നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചു. സർക്കാരിന്റെ എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമില്ലെന്ന് കോടതി. കരുവന്നൂർ കേസിൽ മൊഴി നൽകാൻ കെ രാധാകൃഷ്ണൻ MP കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. കരുവന്നൂരിൽ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി ED. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം നാളെ. ദേവീ ദേവന്മാർ ഉത്സവത്തിന്റെ ഭാഗമാകും. ആഘോഷങ്ങളെക്കാൾ ചടങ്ങുകൾക്കാണ് ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രാധാന്യം. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടന്ന പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ കൊമ്പൻ ചോപ്പീസ് കുട്ടിശങ്കരൻ ഒന്നാമതെത്തി. ചക്കക്കുളം, നാങ്കുകുളം, ചിറ്റിച്ചാർത്തക്കുളം, മേടംകുളം, കോടന്നൂർ ശാസ്താക്കന്മാരും എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, തൊട്ടിപ്പോൾ ഭഗവതിമാരും ആനയോട്ടത്തിൽ പങ്കെടുത്തു. കടപ്പുറം ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തിത്തുറന്ന് കവർച്ച. ഓഫീസിന്റെ വാതിലുകൾ പൊളിച്ച് ഓഫീസിനകത്ത് കടന്ന മോഷ്ടാവ് 1 ലക്ഷത്തോളം രൂപ കവർന്നു. ചാലക്കുടിയിലെ കോടതി സമുച്ചയം പ്രവർത്തനക്ഷമമാകുന്നതോടെ അടിപ്പാതയിലും ട്രാംവേ റോഡിലും വൻ ഗതാഗത കുരുക്ക് രൂപപ്പെടുമെന്ന ആശങ്ക. അടിപ്പാതയിലെ പ്രവേശന കവാടത്തിന് വേണ്ടത്ര വീതിയില്ലാത്തത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കും. തൃശൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാസപ്പടി കേസിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസിന് പുറകിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. എറണാകുളം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. സംസ്ഥാനത്ത് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ സ്വർണ്ണവില. 1 ഗ്രാം സ്വർണത്തിന് 60 രൂപ കുറഞ്ഞത് 8,225 രൂപയായി. പവന് 65,800 രൂപയായി. ദേശീയപാത കുട്ടനെല്ലൂരിൽ പുത്തൂർ പഞ്ചായത്ത് സ്ഥാപിച്ച ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിലെ ഭൂഗർഭ പള്ളി ശീതീകരിച്ചതിന്റെയും കാർപ്പറ്റിന്റെയും സമർപ്പണം നടന്നു. CP ട്രസ്റ്റ് ചെയർമാൻ CP സ്വാലിക് സമർപ്പണം നിർവഹിച്ചു. മാള അമ്പഴക്കാട് 6 ആടുകൾ ചത്തത് വന്യജീവി ആക്രമണത്തിൽ രക്തം വാർന്നെന്നാണ് ചത്തതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ കൽദായ കൺവെൻഷൻ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംതാന പള്ളിയിൽ നടക്കും. ഈ മാസം 9 മുതൽ 13 വരെ കൺവെൻഷൻ. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രൂപീകരിച്ച അപ്പൻ തമ്പുരാൻ പഠന ഗവേഷണ സമിതിയുടെ പ്രഥമ പൊതുയോഗം തൃശൂരിൽ നടന്നു. സാഹിത്യകാരൻ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ പ്രതിരോധത്തിന്റെ കളിക്കളം തീർത്ത് കായിക പ്രേമികൾ. കൊടുങ്ങല്ലൂർ നഗരസഭ 13ാം വാർഡിൽ തയ്യാറാക്കിയ കളിക്കളം വാർഡ് കൌൺസിലർ PN വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടനുബന്ധിച്ച് നാടക പ്രവർത്തകരുമായി MK സിദ്ദിഖ്, സോബി സൂര്യഗ്രാമം എന്നിവരെ അനുസ്മരിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. വഖഫ് ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് STPI പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. STPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവതാര കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേബ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മികച്ച രീതിയിലുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് കൊടകര പഞ്ചായത്ത് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദ പ്രകടനം നടന്നു. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരാണ് ട്രോഫിയുമായി കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. കൊടുങ്ങല്ലൂരിൽ SNDP യൂണിയൻ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ യൂണിയൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം നടത്തി. പുളിഞ്ചോട് സെന്ററിൽ നടന്ന സമരം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. താന്നിയം പഞ്ചായത്ത് 14-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ പോൾ മെമ്മോറിയൽ റോഡ് തുറന്നുകൊടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിലെ കൃഷി, കുടിവെള്ളം, ഗ്രാമീണ ടൂറിസം എന്നിവയ്ക്ക് ഗുണകരമാകുന്ന മല്ലൻകുഴി നീർത്തട പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. K. രാധാകൃഷ്ണൻ MP നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പെരിങ്ങോട്ടുകര താന്നിയം പഞ്ചായത്ത് 5-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഴയന്നൂർ വടക്കേത്തറ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന വടക്കേത്തറ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 2-ൽ വെന്നൂർ ഡെയർ ഡെവിൾസ് ചാമ്പ്യന്മാരായി. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ സമ്മാനദാനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായി സൗജന്യ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാസലഹരിക്കെതിരെ ചാലക്കുടി നഗരസഭ ഒരുക്കുന്ന മെഗാ ക്യാമ്പയിന്റെ ഭാഗമായി ബഹുജന റാലി സംഘടിപ്പിച്ചു. DIG ഹരിശങ്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിൽ ചെസ് പരിശീലന കളരി സംഘടിപ്പിച്ചു. SMC ചെയർമാൻ CK സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയാവാം കളിയിടങ്ങളോട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI അടാട്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പോന്നോർ യങ് ഹീറോസ് ക്ലബ്ബും ഗ്രാമീണ വായനശാലയും സംയുക്തമായി ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ സെമിനാറും നടത്തി. ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മതിലകം CK വളവ് പൗരാവലി ഏർപ്പെടുത്തിയ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം PB സക്കീർ ഹുസൈന് സമ്മാനിച്ചു. കവിയും പ്രഭാഷകനുമായ ആലക്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം വിതരണം ചെയ്തു. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ശേഷം പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ യുവാവിനെ പിടികൂടി. നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നെടുപുഴയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി മനക്കൊടി സ്വദേശി ആൽവിനാണ് പിടിയിലായത്. വെട്ടിച്ച് വിലങ്ങ് സഹിതം ആൽവിൻ കടന്നുകളഞ്ഞത്. കോർപ്പറേഷനുകൾ മാർച്ച് 24 വരെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ അതേ സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ ഉൾപ്പെടുത്തി പാസാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് മേയേഴ്സ് കൌൺസിൽ. വികസന പ്രവർത്തനങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുവാനുള്ള അനുമതി കോർപ്പറേഷനുകൾക്ക് നൽകണമെന്നും മേയേഴ്സ് കൌൺസിൽ. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പറപ്പാടം കോൾപടവിലെ നെൽ കർഷകർ ദുരിതത്തിൽ. കൊയ്ത്ത് കഴിഞ്ഞ് സംഭരിച്ച നെൽ സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുക്കാത്തതാണ് കർഷകർക്ക് ദുരിതമായി തീർന്നത്. മണലൂർ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും. മണലൂർ ഉല്ലാസ് റോഡ് നിവാസികളായ തിരുത്തിയിൽ വേലിക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൽ നിൽപ്പ് സമരവുമായി പൊതുപ്രവർത്തകനും മാപ്പിളപ്പാട്ട് കലാകാരനുമായ ഉമ്മർ പഴുവിൽ. തൃപ്രയാർ ചേർപ്പ് റോഡിൽ പഴുവിൽ, പള്ളിനട, മുക്കിലക്കാട് വളവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന് പിന്തുണ പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ SNDP നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസ് നേതാക്കളും CPI പ്രവർത്തകരും. പ്രതിരോധത്തിലായി പാർട്ടി നേതൃത്വങ്ങൾ. ചാലക്കുടിയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾ 3 ആഴ്ച പിന്നിട്ടു. വളർത്തു നായ്ക്കളെ ലക്ഷ്യമിട്ടാണ് നാട്ടിൻപുറങ്ങളിൽ പുലി ഇറങ്ങുന്നതെന്ന് വിദഗ്ധർ. കേന്ദ്ര കേരള സർക്കാരുകളുടെ അവകാശ നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്തും. ഈ മാസം 22 മുതൽ 26 വരെയാണ് സമരം. കടങ്ങോട് ആദൂർ കിഴക്കുമുറി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 7-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ വിഷുക്കാല പച്ചക്കറി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു.
കുന്നംകുളം ബോധിധർമ്മ അക്കാദമിയുടെ 45-ാം വാർഷികാഘോഷം 10-ന് കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.